കേരള യൂണിവേഴ്സിറ്റി ബികോം 5ാം സെമസ്റ്ററിലേക്കായി 2 പെയ്ഡ് സബ്ജക്റ്റുകളും 2 ഫ്രീ സബ്ജക്റ്റുമാണ് ലേണേഴ്സ് ലേൺ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പെയ്ഡ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻകം ടാക്സും കോസ്റ്റ് അക്കൗണ്ടിങ്ങും ആയിരിക്കും നമുക്ക് പെയ്ഡ് ക്ലാസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഫ്രീ സബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റും ഫിനാൻഷ്യൽ സർവീസസ് ഇൻ ഇന്ത്യ. ഇതിൽ ഈ ഫിനാൻഷ്യൽ സർവീസസ് ഇൻ ഇന്ത്യ എന്ന് ഉദ്ദേശിക്കുന്നത് ബികോം ഫിനാൻസുകാരുടെ എലക്റ്റീവ് പേപ്പറായിട്ട് വരും. അപ്പോൾ ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബികോം ഫിനാൻസുകാരുടെ 5ാം സെമസ്റ്ററിലെ എലക്റ്റീവാണ്. ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റും, അതായത് ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻകം ടാക്സ് ആണെങ്കിലും കോസ്റ്റ് അക്കൗണ്ടിങ് ആണെങ്കിലും മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ആണെങ്കിലും എല്ലാവരുടെയും കോർ പേപ്പറാണ്. നമ്മൾ ബികോം ഫിനാൻസ് ആണെങ്കിലും ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണെങ്കിലും ബികോം കോ ഓപ്പറേഷൻ ആണെങ്കിലും എല്ലാവർക്കും ഈ 3 സബ്ജക്റ്റും കോർ പേപ്പറായിട്ട് വരും. അതിൽ ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻകം ടാക്സും കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ പെയ്ഡ് സബ്ജക്റ്റ് ആയിരിക്കും. ഇവിടെ ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻകം ടാക്സ് ഏറ്റവും പുതിയ അസസ്മെൻറ്റ് ഇയർ, നമ്മുടെ ഇപ്പോഴത്തെ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് 2025-26 ആണ്. ഓക്കെ, സോ ഈ 2025-26 അസസ്മെൻറ്റ് ഇയറിൻ്റെ ക്ലാസ്സുകളായിരിക്കും. ഇവിടെ പ്രധാനമായിട്ടും ഇൻകം ടാക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ മുതൽ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുന്നവരാണ് നമ്മുടെ സിലബസ്. ഇൻട്രൊഡക്ഷൻ ഉണ്ട്, സാലറി എന്നൊരു മൊഡ്യൂളുണ്ട്, ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സസ്, സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ്, വേരിയസ് ഡിഡക്ഷൻസ് ഉണ്ട്, ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാനുണ്ട്, ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക. ഇത് അത്യാവശ്യം വലിയ ഡെപ്ത് ഉള്ളൊരു സബ്ജക്റ്റാണ്. ഓക്കെ, ഭയങ്കര യുണീക്നെസ് ഉള്ളതാണ്. അതായത് നമ്മൾ ഇതുവരെയുള്ള സെമ്മിലൊന്നും ഇതിനെപ്പറ്റി വലുതായിട്ട് കാര്യമായിട്ട് പഠിച്ചിട്ടില്ല. അപ്പോൾ 5ാം സെമ്മിലാണ് നമ്മൾ ശരിക്കും ടാക്സ് ആദ്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ടാക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ മുതൽ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുന്നവരെയുള്ള കംപ്ലീറ്റ് ടോപ്പിക്കും ഒരു വലിയ സബ്ജക്റ്റായിട്ട് തന്നെ കാണുക. ഓക്കെ, സോ ഇത് പെയ്ഡ് സബ്ജക്റ്റായിട്ടായിരിക്കും. കോസ്റ്റ് അക്കൗണ്ടിങ്ങിനകത്തും ഇതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ഉണ്ട്. പിന്നീട് നമുക്ക് പ്രധാനപ്പെട്ട 3 കോസ്റ്റുകൾ വരും. മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഓവർ ഹെഡ് എന്ന് പറഞ്ഞ 3 കോസ്റ്റുകൾ വരുന്നുണ്ട്. ലാസ്റ്റ് കോസ്റ്റ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷനും റീകൺസിലിയേഷനും ഒക്കെ വരും. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റും ഫിനാൻഷ്യൽ സർവീസസ് ഇൻ ഇന്ത്യയും ഫ്രീ സബ്ജക്റ്റ് ആയിരിക്കും. ഈ എല്ലാ സബ്ജക്റ്റുകളും പെയ്ഡ് ആയാലും ഫ്രീ ആയാലും ഈ എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ലിങ്ക് കൊടുത്തിരിക്കാം. മറ്റെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഫീസിൻ്റെ കാര്യത്തിലോ ജോയിൻ ചെയ്യുന്ന കാര്യത്തിലോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പർ. ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി. ബികോം 5th സെം സ്റ്റുഡൻ്റ് ആണ്, ക്ലാസ് ഡീറ്റെയിൽസ് വേണം എന്നും പറഞ്ഞ് ഇതിലേക്കൊന്ന് വാട്സാപ്പ് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ ലേണേഴ്സ് ലേണിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പർ. നമ്മുടെ ഒരേ ഒരു നമ്പർ ഇതാണ്. ഓക്കെ, സോ ഇത് മാത്രമാണ് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും, ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, ഫീസിൻ്റെ കാര്യമായാലും ജോയിൻ ചെയ്യുന്നതാണെങ്കിലും എന്തോ ആയിക്കോട്ടെ, ഈ ഒരു നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഫീസിൻ്റെ കാര്യങ്ങളും മറ്റുമൊക്കെ അറിയാനായിട്ട് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന ലിങ്കിൽ കയറി നോക്കിയാലും മതി. ഡയറക്റ്റ് ആയിട്ട് ക്ലാസ് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ 2 പെയ്ഡ് ക്ലാസ് ആകുമ്പോൾ ഇവിടെ പേയ്മെൻറ്റ് പോയാൽ മാത്രമേ ക്ലാസ് പ്ലേ ആവുന്നുള്ളൂ. ഫ്രീ ക്ലാസ് നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് ജോയിൻ ചെയ്ത് കാണാൻ പറ്റും. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റും ഫിനാൻഷ്യൽ സർവീസസ് ഇൻ ഇന്ത്യയും നിങ്ങൾക്ക് ജസ്റ്റ് ജോയിൻ ചെയ്താൽ മതി, ക്ലാസ്സുകൾ കാണാൻ പറ്റും. ഒരിക്കൽ കൂടെ കാണിക്കുന്നു, ഈ ഒരു നമ്പർ ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പർ. എന്തെങ്കിലും ക്വറി ഉണ്ടെങ്കിൽ, ക്ലാസ് ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി. ഓക്കെ.